നമ്മുടെ ജീവിതത്തെ ശരിക്കും രൂപപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്, പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം പേരും അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളെല്ലാവരും നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്, വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, അല്ലേ? എന്നിട്ടും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നൊരു റിസൾട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അതിന്റെ ഉത്തരം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇതിനെക്കുറിച്ച് പ്രശസ്തനായ ഒരു ചിന്തകനുണ്ട്, ജിം റോൺ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല കിട്ടുന്നത്, നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന്റെ അർത്ഥമെന്താ? നമ്മുടെ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ അല്ല, അതിനേക്കാളൊക്കെ ആഴത്തിലുള്ള ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങളെ തീരുമാനിക്കുന്നത്. അപ്പോ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഫലങ്ങളെ ശരിക്കും നിയന്ത്രിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഫിലോസഫി അഥവാ വ്യക്തിപരമായ തത്വശാസ്ത്രമാണ്. പേഴ്സണൽ ഫിലോസഫി എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നാം, പക്ഷെ സംഭവം സിമ്പിളാണ്. ഇതിനെ നമ്മുടെ മനസ്സിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കാണാം. ഒരു കമ്പ്യൂട്ടറിലെ വിൻഡോസ് പോലെയോ അല്ലെങ്കിൽ ഫോണിലെ ആൻഡ്രോയിഡ് പോലെയോ. നമ്മളെ ലോകത്തെ എങ്ങനെ കാണുന്നു, ഓരോ കാര്യങ്ങളോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നോക്കൂ, എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ഫിലോസഫിയിൽ നിന്നാണ്, നമ്മുടെ ചിന്തകളിൽ നിന്ന്. ആ ചിന്തകളാണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. ആ തീരുമാനങ്ങൾ നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറും. അവസാനം ആ പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട്സ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇത് നേരെ കണക്റ്റഡാണ്. ഇതിനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരു കൃഷിക്കാരന്റെയാണ്. ഇപ്പോ വിളവ് മോശമായാൽ ഒരു നല്ല കർഷകൻ എന്തു ചെയ്യും? അയാൾ കാലാവസ്ഥയോ മണ്ണിനെയോ കുറ്റം പറഞ്ഞിരിക്കോ? ഇല്ല. അയാൾ ആദ്യം നോക്കുന്നത് താൻ നട്ട വിത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. ജീവിതത്തിൽ കിട്ടുന്ന ഫലങ്ങൾ മോശമാണെങ്കിൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ചിന്തകളാകുന്ന ആ വിത്തുകളെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിന്താഗതിയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നത്? നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഫിലോസഫി നമുക്കുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിന് ചില വ്യക്തമായ ലക്ഷണങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെയാണ് ആ പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. ഒരു വശത്ത് തോൽക്കുന്ന ചിന്താഗതിയുള്ള ആൾക്കാർ അവരെപ്പോഴും ഒഴികഴിവുകൾ പറയും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, എളുപ്പവഴികൾ തേടിപ്പോകും. മറുവശത്ത് വിജയിക്കുന്ന ചിന്താഗതിയുള്ളവർ അവർ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കും. അച്ചടക്കത്തോടെ, കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകും. ഈ പറയുന്ന വിക്ടിം മെന്റാലിറ്റി അഥവാ ഇരയുടെ മനോഭാവം നമുക്ക് സംസാരത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. എന്റെ ബോസ് കാരണം പറ്റിയില്ല, ഗവൺമെന്റ് ശരിയല്ലാത്തതുകൊണ്ടാണ്, ഈ മഴ കാരണമൊന്നും നടന്നില്ല, ഇങ്ങനെ പോകും ആ ലിസ്റ്റ്. അതായത് കാറ്റടിക്കുമ്പോൾ പായ തിരിച്ചുവെക്കുന്നതിന് പകരം കാറ്റിനെ കുറ്റം പറഞ്ഞിരിക്കും. സ്വന്തം കയ്യിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ കയ്യിലില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് സംഭവം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ഒരു മാറ്റം വേണമെങ്കിൽ ആദ്യം വേണ്ടത് തിരിച്ചറിവാണ്. ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം കാലം അതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല. അത് അസാധ്യമാണ്. ശരി, അപ്പോ ഈ ചിന്താനീതിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിന്റെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും പറ്റും. അതിനൊരു 4 സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്, നമുക്ക് നോക്കാം. ഇത് വളരെ പ്രാക്ടിക്കലാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് തിരിച്ചറിവ്. അതായത് ഞാൻ എപ്പോഴും ട്രാഫിക്കിനെയാണ് കുറ്റം പറയുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുക. 2 ഉടമസ്ഥത. കുഴപ്പം ട്രാഫിക്കിന്റെ അല്ല, ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു എന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. 3 പുതിയ ഇൻപുട്ട്. ടൈം മാനേജ്മെന്റിനെക്കുറിച്ചുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, പുതിയ അറിവ് നേടുക. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ആവർത്തനം. ഈ പുതിയ ശീലം, അതായത് നേരത്തെ ഇറങ്ങുന്നത്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതൊരു ശീലമായി മാറുന്നതുവരെ, ഓട്ടോമാറ്റിക് ആകുന്നതുവരെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മുടെ മനസ്സിന്റെ ഗേറ്റ് കീപ്പർ നമ്മൾ തന്നെയാണ്. ഏതൊക്കെ ചിന്തകളെ ഉള്ളിലേക്ക് കടത്തിവിടണം, ഏതൊക്കെ ചിന്തകളെ പുറത്തു നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ ഒരു അധികാരം നമ്മൾ ഏറ്റെടുക്കണം. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ പരാജയങ്ങളുണ്ടല്ലോ, അതിന്റെയൊക്കെ കാരണം നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റുകളൊന്നുമായിരിക്കില്ല, മറിച്ച് നമ്മൾ ദിവസവും ആവർത്തിക്കുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ പിഴവുകളായിരിക്കും. ഇതാണ് സത്യം. ആരും രാവിലെ എഴുന്നേറ്റ് ഇന്നു മുതൽ എന്റെ ജീവിതം ഒരു പരാജയമാക്കണം എന്ന് തീരുമാനിക്കാറില്ല, അല്ലേ? ഒരു തോൽക്കുന്ന ഫിലോസഫി നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, അത് നമ്മൾ അറിയാതെ വന്നു ചേരുന്നതാണ്. ഓരോ ദിവസവും നമ്മൾ വരുത്തുന്ന ചെറിയ ചെറിയ പിഴവുകൾ, ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പതിയെ പതിയെ അടിഞ്ഞുകൂടി കാലക്രമേണ ഒരു വലിയ പ്രശ്നമായി മാറും.
ഇതിനെയാണ് കോമ്പൗണ്ടിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ശക്തി ഭയങ്കരമാണ്. നോക്കൂ, ദിവസവും ഒരു ചെറിയ തെറ്റ് ആവർത്തിച്ചാൽ അത് അവസാനം ഒരു ദുരന്തത്തിൽ കലാശിക്കും. എന്നാൽ ദിവസവും ഒരു ചെറിയ നല്ല ശീലം, ഒരു ഡിസിപ്ലിൻ ആവർത്തിച്ചാലോ അത് വലിയ വിജയത്തിലേക്ക് നയിക്കും. ഉദാഹരണത്തിന്, ദിവസവും 1 മണിക്കൂർ വെറുതെ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുന്നത് ഒരു ചെറിയ കാര്യമായി തോന്നാം. പക്ഷേ 1 വർഷം കഴിയുമ്പോൾ അത് 365 മണിക്കൂറാണ്. എത്ര വലിയ നഷ്ടമാണെന്ന് നോക്കൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതം ഒരു ഡിസൈൻ അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? അതായത്, നിങ്ങൾ ബോധപൂർവം ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണോ, അതോ ഒഴുക്കിനനുസരിച്ച് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് അങ്ങനെ പോവുകയാണോ? ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ചിന്തകളെയും ഫിലോസഫിയെയും രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച്. ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവാം. പക്ഷേ ഇതാണ് സത്യം. നിങ്ങൾ ആരുടെ സ്വാധീനത്തിലാണോ ഇരിക്കുന്നത്, അതിനെ മറികടന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതായത്, നമ്മൾ ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത്, എന്ത് കേൾക്കുന്നുവോ എന്ത് വായിക്കുന്നുവോ, ആ ഒരു ചുറ്റുപാടിന്റെ തടവറയിലായിരിക്കും നമ്മുടെ ചിന്തകൾ. അതിനപ്പുറത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഫിലോസഫി പ്രോഗ്രാം ചെയ്യുന്നത്? നോക്കൂ, നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആൾക്കാർ, നമ്മൾ ഭാഗമാകുന്ന സംഭാഷണങ്ങൾ, നമ്മുടെ വീട്ടിലെ ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കാര്യങ്ങൾ, എന്തിനേറെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിന് പ്രതീക്ഷകൾ പോലും നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരു പകർച്ചവ്യാധി പോലെയാണ്. ചിന്തകളും മനോഭാവങ്ങളുമൊക്കെ നമ്മൾ അറിയാതെ തന്നെ പകരും. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം വളരെ ലളിതമാണ്. വിജയികളോടൊപ്പം ഇരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലൊരു ജീവിതം നയിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന ചിന്താഗതിയുള്ള ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ഉറപ്പാണ്, അവരുടെ ആ ഒരു പോസിറ്റീവ് എനർജിയും കാഴ്ചപ്പാടും നിങ്ങളിലേക്കും വരും. അപ്പോൾ അവസാനമായി ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങളുടെ ഫിലോസഫി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാപ്പാണ്, ഒരു ഭൂപടമാണ്. ചോദ്യം ഇതാണ്: ആ ഭൂപടം നിങ്ങൾ തന്നെയാണോ വരയ്ക്കുന്നത്, അതോ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കായത് വരച്ചു തരികയാണോ? ഇതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിതിരിവായേക്കാം.